Hey, it's a class 4 who's preparing for JHI PSC examination. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ JHIയുടെ സിലബസിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അതിനു മുന്നേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇതിൻ്റെ 3 പാർട്ടായിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ 3 പാർട്ടായിട്ടായിരിക്കും ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ 3 അപ്ലോഡിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ആൻസർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കത്തില്ല. നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഓപ്ഷൻ ഏതാണോ അത് എഴുതിയിട്ട് ഗ്രൂപ്പിനകത്ത് അപ്ലോഡ് ചെയ്യണം. അടുത്ത ദിവസം ഞാൻ അതിൻ്റെ ആൻസർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് പെയ്ഡ് ഒന്നുമല്ല. ഞാൻ പഠിച്ചപ്പോൾ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വേണ്ടവർ കയറി പഠിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു വേ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ആൻഡ് ഷേപ്പിംഗ് ഐഡിയാസ്, ഫീലിങ്സ് ആൻഡ് ഇൻഫർമേഷൻ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ വേറെ ഒരാളിലേക്ക് പാസ് ചെയ്യുന്നത് വഴി നമ്മളുടെ ഐഡിയാസിനെ ഷേപ്പ് ചെയ്യാനും നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ ഇൻഫർമേഷനും എല്ലാം മറ്റൊരാളുമായിട്ട് പങ്കുവെക്കുന്നതിനുമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടു വേ പ്രോസസ്സാണ് കേട്ടോ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പറയുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷേപ്പിംഗ് ഐഡിയാസ്, ഫീലിങ്സ് ആൻഡ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ ടു വേ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ എന്താ പറയുന്നത്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ഡിസൈഡ് ഡിറക്ഷൻ ഓഫ് ദ റിസീവർ. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനമായും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണോ റിസീവ് ചെയ്യുന്ന അവരുടെ ചിന്തയിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റം വരുത്തുക എന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ആരാണോ നമ്മളുടെ മെസ്സേജ് റിസീവ് ചെയ്യുന്നത്, അതായത് സ്വീകരിക്കുന്നത്, നമ്മളുടെ മെസ്സേജ് അവർ സ്വീകരിക്കുന്നത് മൂലം അവരുടെ ആശയത്തിനും ചിന്തകളിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് തന്നെ നോക്കിക്കേ 3 ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ആദ്യമത്തെയാണ് കൊഗ്നിറ്റീവ്, പിന്നെ വരുന്നത് അഫക്റ്റീവ്, പിന്നെ വരുന്നത് സൈക്കോമോട്ടർ. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ സോറി ഒരു കോള് വന്നു. അപ്പോൾ കൊഗ്നിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്രീസ് ഇൻ നോളജ്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വേറൊരാളായിട്ട് പാസ് ചെയ്യുന്നത് വഴി നമ്മളുടെ നോളജ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ പാറ്റേൺ ഓഫ് ബിഹേവിയർ, നമ്മളുടെ ബിഹേവിയറിൻ്റെ പാറ്റേണിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വഴി ചേഞ്ച് കൊണ്ടുവരുന്നതിനെയാണ് അഫക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ സ്പീഡിലാണോ പറഞ്ഞു പോകുന്നത്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പതുക്കെ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് സൈക്കോമോട്ടോർ എന്ന് പറയുമ്പോൾ അക്വയർ ന്യൂ സ്കില്ല്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത് വഴി നമുക്ക് പുതിയ ഒരു അറിവ് നേടുന്നതിനെയാണ് നമ്മൾ സൈക്കോമോട്ടോർ എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്, തിരിഞ്ഞു പോകരുത്. അപ്പോൾ അത്രയാണ്. ഇനി നോക്കിക്കേ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഇത്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അഥവാ കമ്മ്യൂണിക്കേഷൻ എൻജിൻ. 5 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ആദ്യമത്തേന്ന് പറയുമ്പോൾ സെൻഡർ, രണ്ടാമത്തേത് റിസീവർ, 3 മെസ്സേജ്, 4 ചാനൽ, 5 ഫീഡ്ബാക്ക്. സെൻഡർ എന്ന് വെച്ചാൽ എന്താ? അതൊരു സോഴ്സാണ്. ആരാണോ മെസ്സേജ് അയക്കുന്നത് അതാണ് സെൻഡർ, അതൊരു സോഴ്സാണ്. റിസീവ് എന്ന് വെച്ചാൽ ആരാണ്? നമ്മളൊരു മെസ്സേജ് അയക്കും. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുക, ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നത്, ആ മെസ്സേജ് ചെല്ലുന്ന ആർക്കാ? ഓഡിയൻസിലേക്കല്ലേ. അപ്പം റിസീവർ എന്ന് പറയുന്നത് ഓഡിയൻസ് ആയിരിക്കും. പിന്നെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് വരുന്ന അതൊരു കോണ്ടൻറ്റാണ്. അപ്പം മെസ്സേജ് എന്ന് പറയുന്നത് കോണ്ടൻ്റ് ആയിരിക്കും. ചാനൽ എന്ന് പറയുമ്പോൾ അതെന്തുമായിരിക്കും? ഒരു മീഡിയം ആയിരിക്കും. ചാനൽ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ആയിരിക്കും. പിന്നെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പം എന്തായിരിക്കും? എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും തിരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമുക്ക് സെൻറ്റർ എന്താണെന്ന് നോക്കിയാലോ. സെൻറ്റർ എന്ന് വെച്ചാൽ
സെൻഡർ എന്ന് പറഞ്ഞാൽ ഒറിജിനേറ്റർ ഓഫ് ദ മെസ്സേജ്, അതായത് ആരാണോ മെസ്സേജ് അയക്കുന്നത് ആ മെസ്സേജ് അയക്കുന്നതിൻ്റെ ഒറിജിനേറ്ററിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, മസ്റ്റ് നോ അതായത് ഒരു മെസ്സേജ് അയക്കുന്ന ആൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിസ് ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്, അതായത് എന്താണോ നമ്മൾ മെസ്സേജ് വഴി അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് വേണം മെസ്സേജ് ഇടാൻ വേണ്ടി. പിന്നെ അടുത്ത പോയിന്റ് ഓഡിയൻസ് ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു മെസ്സേജ് അയക്കാൻ നേരത്ത്, നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ നേരത്ത് ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റും ആൻഡ് നീഡ്സ്, അവർക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കണം നമ്മൾ സെൻഡ് ചെയ്യുക. പിന്നെ ഹിസ് മെസ്സേജ്, അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജ് നല്ല മെസ്സേജ് ആയിരിക്കണം ഉദ്ദേശിച്ചത്, ആൾക്കാർക്ക് ആവശ്യമുള്ളത്. പിന്നെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ചാനൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഹിസ് പ്രൊഫഷണൽ എബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ, നമ്മൾ ഒരു സെൻഡ് ചെയ്യുന്നത് വഴി നമ്മളുടെ പ്രൊഫഷണൽ എബിലിറ്റീസും ലിമിറ്റേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സെൻഡറിനകത്ത് വരുന്നത്. ഇനി നമുക്ക് റിസീവർ എന്താണെന്ന് നോക്കിയാൽ, റിസീവർ എന്ന് വെച്ചാൽ സിംഗിൾ പേഴ്സൺ ഓർ ഗ്രൂപ്പ്, അതായത് ഒരാൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അത് ഒന്നെങ്കിൽ ഒരാൾക്കായിരിക്കും അത് ചെല്ലുക മെസ്സേജ് അല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ഇടുമ്പോൾ ഗ്രൂപ്പിൽ ഒരാളല്ലല്ലോ കുറേ പേരുണ്ട്, അപ്പം ഒരു ഗ്രൂപ്പ്, ഒന്നെങ്കിൽ റിസീവർ എന്ന് വെച്ചാൽ സിംഗിൾ പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ 2 ടൈപ്സ് ഉണ്ട്, നമ്മളുടെ സെൻഡർ എന്ന് പറഞ്ഞ 2 ടൈപ്സ് ഉണ്ട്, റിസീവർ എന്ന് പറയുന്ന 2 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തത് കൺട്രോൾഡ് ഓഡിയൻസും രണ്ടാമത്തെ അൺകൺട്രോൾഡ് ഓഡിയൻസും. ഈ കൺട്രോൾഡ് ഓഡിയൻസ് എന്ന് വെച്ചാൽ എന്താ നോക്കാം, ഹെൽഡ് ടുഗദർ ബൈ കോമൺ ഇൻട്രസ്റ്റ്, അതായത് എല്ലാവർക്കും നമ്മളൊരു മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക് ആയിരിക്കും, അതാണ് കൺട്രോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞത്. എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ട ഒരു ടോപ്പിക്കാണ് അവർ സ്വീകരിക്കാനിരിക്കുന്നത്, അതാണ് കൺട്രോൾഡ് ഓഡിയൻസ്. പിന്നെ പറയുന്നത് ഹോമോജീനിയസ് എന്ന് വെച്ചാൽ ഒരേ താല്പര്യമുള്ള ആൾക്കാരെന്ന് പറയുന്നതിനാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് കൺട്രോൾഡ് ഓഡിയൻസ് എന്ന് വെച്ചാൽ സ്കൂൾ സ്റ്റുഡൻസ്, അതായത് അവർ കൺട്രോൾഡ് ഓഡിയൻസ് ആയിരിക്കും, അവർക്ക് ഒരു നിയന്ത്രണത്തിൽ ഇരുന്ന് നമ്മൾ പറയുന്ന കേൾക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൺട്രോൾഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് അൺകൺട്രോൾഡ് ഓഡിയൻസ് എന്ന് വെച്ചാൽ ഗ്യാതേർഡ് ടുഗദർ ഫ്രം മോട്ടീവ്സ് ഓഫ് ക്യൂരിയോസിറ്റി, എന്താണ് കാര്യമെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്ത് കൂടിയവർ മാത്രമാണ് അൺകൺട്രോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. കൗതുകത്തിൻ്റെ പുറത്ത് മാത്രം എന്താണെന്ന് അറിയാനുള്ള ഇതിൽ വരുന്നവരാണ് അൺകൺട്രോൾഡ് ഓഡിയൻസ്. അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് മെസ്സേജ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ വിച്ച് ദ കമ്മ്യൂണിക്കേറ്റർ ട്രാൻസ്മിറ്റ് ടു ഹിസ് ഓഡിയൻസ് ടു റിസീവ്, അണ്ടർസ്റ്റാൻഡ്, അക്സെപ്റ്റ് ആൻഡ് ആക്ട് അപ്പോൺ, അതായത് നമ്മൾ എന്താണോ ഒരു മെസ്സേജ് വഴി അവരോട് പറയുന്നത് അതവർ കേൾക്കണം, അണ്ടർസ്റ്റാൻഡ് അതവർ മനസ്സിലാക്കണം, അക്സെപ്റ്റ് എന്നിട്ട് അവരത് അംഗീകരിക്കണം, ആൻഡ് ആക്ട് അപ്പോൺ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഗുഡ് മെസ്സേജ്, ഒരു നല്ലൊരു മെസ്സേജിന് ഉറപ്പായിട്ടും വേണ്ടിയിരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ലൈൻ ദ ഒബ്ജക്ട്സ്, അതായത് നമ്മൾ പറയാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം വൃത്തിയായിട്ട് കൃത്യമായിട്ട് ലൈൻ ചെയ്ത് പറയണം. പിന്നെ മീനിങ് അർത്ഥമുള്ള കാര്യങ്ങളായിരിക്കണം, അല്ലാതെ ചവറ് കാര്യങ്ങളല്ല ചെന്ന് പറയേണ്ടത്, അതാണ്. പിന്നെ ബേസ്ഡ് ഓൺ ദ ഫെൽറ്റ് നീഡഡ്, അതായത് ആൾക്കാർക്ക് ആവശ്യമായ കാര്യങ്ങൾ പറയണം. പിന്നെ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, പറയുന്ന കാര്യം വ്യക്തതയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും വേണം പറയാൻ. പിന്നെ സ്പെസിഫിക് ആൻഡ് ആക്യുറേറ്റ്, അതായത് വ്യക്തമായ രീതിയിലും ശരിയായ രീതിയിലും വേണം പറയാൻ. ടൈംലി ആൻഡ് അഡിക്വേറ്റ്, കറക്റ്റ് ടൈമിൽ നമ്മളത് മെസ്സേജ് അവരിലേക്ക് എത്തിക്കണം. ഫിറ്റിംഗ് ദ ഓഡിയൻസ്, നമ്മളുടെ മെസ്സേജ് ഓഡിയൻസിൻ്റെ ഇഷ്ടം അനുസരിച്ച് അവരെ പിടിച്ചിരുത്താനുള്ള കഴിവുള്ളതായിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റിങ്, കൾച്ചറൽ ആൻഡ് സൊസൈറ്റി അപ്രോപ്രിയേറ്റ്, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ളത് കൾച്ചറൽ ആൻഡ് സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് എന്ന് വെച്ചാൽ എന്താണ് നോക്കിക്കേ, ട്രാൻസ്മിറ്റിംഗ്, അതായത് ഒരു മെസ്സേജിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റിംഗ് ദ റൈറ്റ് മെസ്സേജ് ടു ദ റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് ടൈം ഈസ് വെരി ക്രൂഷ്യൽ ഫാക്ടർ ഇൻ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മെസ്സേജ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പീപ്പിളിൽ എത്തിക്കുക, ഒരു കറക്റ്റ് മെസ്സേജ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പീപ്പിളിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ട്രാൻസ്മിറ്റിംഗ് ദ റൈറ്റ് മെസ്സേജ്, അതായത് റൈറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ്
റൈറ്റ് പീപ്പിൾ, റൈറ്റ് പീപ്പിളിൽ അത് റൈറ്റ് ടൈമിൽ നമ്മൾ എത്തിക്കുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ്റെ സക്സസ്ഫുൾ അത്. ഇനി നോക്കിക്കേ, ഇവിടെ ദ ചാനൽ സ്പെക്ട്രം എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ടോ, അതാണ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 വരുന്നത്. ഇൻ്റർപേഴ്സണൽ വരുന്നുണ്ട്, ട്രഡീഷണൽ ഓർ ഫോക്ക് മീഡിയ വരുന്നുണ്ട്, മാസ് മീഡിയ വരുന്നത്. ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. നിങ്ങൾ ഓർക്കണം, പേഴ്സണലാണ്, അപ്പോൾ അത് കോമൺ ആയിരിക്കും. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ കോമൺ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് മോസ്റ്റ് പെർസസീവ് ആൻഡ് എഫക്റ്റീവ്. മോസ്റ്റ് പെർസസീവ് ആൻഡ് എഫക്റ്റീവ് ആണ്. അതായത് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി അത് അവരെ പ്രേരിപ്പിക്കുന്നതും ഫലപ്രദമായിട്ടുമുള്ളതാണ് ഇൻ്റർപേഴ്സണൽ എന്ന് പറയുന്നത്. പിന്നെ ഇൻഫ്ലുവൻഷ്യൽ ഇൻ അൺഡിസൈഡഡ് ഡിസിഷൻസ്. അതായത് അവരൊരു ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വഴി അതിനൊരു ചേഞ്ച് ഉണ്ടാവും. അവർക്കത് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരിതുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അത്രയുമാണ് ഇൻ്റർപേഴ്സണലിനകത്ത് വരുന്നത്. ഇനി അടുത്തതാണ് മാസ് മീഡിയ. മാസ് മീഡിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മീഡിയ, അതായത് ചാനൽസ് ലൈക്ക് TV, റേഡിയോ, പ്രിന്റഡ് മീഡിയ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 1 മാർക്കിന് ചോദിക്കുന്നതാണ്. നോക്കിക്കോ, മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ റീച്ചസ് ലാർജർ പോപ്പുലേഷൻ ക്വിക്ലി. ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ മാസ് മീഡിയക്കാണ് പറ്റുന്നത്. നിങ്ങളുടെ പേപ്പറിനകത്ത് ഇപ്പോഴേ എഴുതി വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ചോദിക്കും. റീച്ചസ് ലാർജ് പോപ്പുലേഷൻ ക്വിക്ലി. അത് റീച്ചസ് ഒരുപാട് ആളുകളിലേക്ക് മാസ് മീഡിയ വഴി എത്തിക്കാൻ പറ്റും. വേഗത്തിൽ എത്തിക്കാൻ പറ്റും. അതാണ് അതിൽ വരുന്നത്. പിന്നെ നോക്കിക്കേ, ഈ മാസ് മീഡിയ 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. 1 വേ കമ്മ്യൂണിക്കേഷൻ. കാരണം അതെന്താണ്, ഇന്റർപേഴ്സണലാ, ഒരാൾ തന്നെ സംസാരിക്കുന്നില്ലേ, 1 വേ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ലെസ് എഫക്റ്റീവ് ഇൻ ബിഹേവിയർ ചേഞ്ച്. അത് 1 വേ കമ്മ്യൂണിക്കേഷനും ആണ്. ലെസ് എഫക്റ്റീവ് ഇൻ ബിഹേവിയർ ചേഞ്ച്. ഒരാളുടെ ബിഹേവിയറിൽ വലിയ മാറ്റമൊന്നും വരുത്താനും മാസ് മീഡിയക്ക് പറ്റില്ല. ഇനി നോക്കിക്കേ, അടുത്തയാണ് ഇന്റർപേഴ്സണൽ ഓർ ഫോക്ക് മീഡിയ. അതെന്ന് വെച്ചാൽ ട്രഡീഷണൽ മീഡിയ ലൈക്ക് ഫോക്ക് ഡാൻസസ്, സിംഗിങ്, ഡ്രാമാസ്, ഇതൊക്കെയാണ് ട്രഡീഷനകത്ത് വരുന്നത്. ഡാൻസസ്, സിംഗിങ്, ഡ്രാമാസ്, ഇതൊക്കെ വഴി. പിന്നെ റൂട്ടഡ് ഇൻ കൾച്ചറൽ വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി, പ്രിസർവ്സ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്, എഫക്റ്റീവ് ഇൻ റൂറൽ ഏരിയാസ്. ഇതെല്ലാം നമ്മുടെ കൾച്ചർ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ട്രഡീഷണൽ ഫോക്ക് മീഡിയ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഇത് റൂറൽ ഏരിയസിൽ മാത്രമേ എഫക്റ്റീവ് ആകത്തുള്ളൂ. ഈ ട്രഡീഷണൽ ഫോക്ക് മീഡിയ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ റൂറൽ ഏരിയസിൽ മാത്രമേ എഫക്റ്റീവ് ആകത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ഫ്രം ദ ഓഡിയൻസ്. അതായത് നമ്മൾ മെസ്സേജ് അയച്ചല്ലോ, അത് റിസീവ് ചെയ്യുന്ന ആ ഓഡിയൻസ് ഉണ്ടല്ലോ, അവരിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന റിയാക്ഷനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പം മെസ്സേജ് റിജക്റ്റഡ്. ഇപ്പൊ ഒരാളെ മെസ്സേജ് റിജക്റ്റ് ചെയ്യുന്നത് വെച്ചു, നമ്മൾ അയച്ചൊരു മെസ്സേജ് ഒരാളെ റിജക്റ്റ് ചെയ്ത്, ഇഫ് നോട്ട് ക്ലിയർ ഓർ നോട്ട് അക്സെപ്റ്റബിൾ. അതൊരു ഫീഡ്ബാക്കിന്റെ എക്സാമ്പിൾ. ഇപ്പൊ നമ്മളൊരു മെസ്സേജ് അയച്ചത് അവർ റിജക്റ്റ് ചെയ്യും, എന്നിട്ട് അവർ അതിന്റെ കാരണം മെൻഷൻ ആക്കും. അത് ക്ലിയർ അല്ല, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അവരത് മെൻഷൻ ചെയ്യും, എന്താണ് അവർ റിജക്റ്റ് ചെയ്തത് എന്ന്. അതാണ് ഫീഡ്ബാക്ക്. പിന്നെ ഫീഡ്ബാക്കിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു സെൻഡർ ടു മോഡിഫൈ മെസ്സേജ് ആൻഡ് റെൻഡർ ഇറ്റ് അക്സെപ്റ്റബിൾ. അതായത് അയച്ചയാൾക്ക് മെസ്സേജ് നമ്മൾ ഒരു മെസ്സേജ് അയച്ചല്ലോ, അയാൾക്ക് മെസ്സേജ് തിരുത്തി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് കൊടുക്കാം ഫീഡ്ബാക്കിനകത്ത്. അതായത് ഒരു മെസ്സേജ് നമ്മൾ അയച്ച ഒരാളുണ്ടല്ലോ, അയച്ച ആൾക്ക് നമ്മൾ അവരുടെ മെസ്സേജ് തിരുത്തിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് കൊടുക്കാം. ഇത് നോക്കിയേ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇന്റർപേഴ്സണൽ ഇമ്മീഡിയറ്റ് റിട്ടേൺ ആയിരിക്കും. ഇന്റർപേഴ്സണൽ ഇമ്മീഡിയറ്റ് കേട്ടോ, അതിൽ തന്നെ ഉണ്ട് ഇമ്മീഡിയറ്റ് ആയിരിക്കും. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടേക്സ് ടൈം, അതിന് ടൈം എടുക്കും. മാസ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് ടൈം. ഇത് രണ്ടും നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടേക്സ് ടൈം. ഇനി ഒബ്റ്റൈൻഡ് ത്രൂ ഒപ്പീനിയൻസ്, പോൾ, സർവേസ് ആൻഡ് ഇന്റർവ്യൂസ്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ അത് പോൾസിന്റെ, സർവേ, ഇന്റർവ്യൂസിന്റെ ഒക്കെ
ഇതിൽ വരുന്നതാണ് ഫീഡ്ബാക്ക്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് അത്രയും നോക്കി വെക്കണം. ഇനി നോക്കിക്കേ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇതിനകത്ത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. നോക്കിക്കേ, വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ വരുന്നത് എന്താണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർനെറ്റ്. ഇത്രയും 2, 4, 6, 7 ടൈപ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതിനകത്ത് വരുന്ന വൺ വേ കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷന് പറയുന്ന പേരാണ് ഡൈഡാക്റ്റിക് മെത്തേഡ്. ഇത് ഇമ്പോർട്ടൻ്റ്, മാർക്ക് ചെയ്ത് വെച്ചോ. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഡൈഡാക്റ്റിക്. ഡൈഡാക്റ്റിക് കേട്ടോ, ചോദിക്കും. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഡൈഡാക്റ്റിക് മെത്തേഡും ടു വേ കമ്മ്യൂണിക്കേഷൻ സോക്രാറ്റിക് മെത്തേഡും. തിരിഞ്ഞു പോവരുത് ഒരിക്കലും, ഇമ്പോർട്ടൻ്റ് ആണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ സോക്രാറ്റിക് മെത്തേഡും ആണ്. ഇനി നമുക്ക് നോക്കിയാലോ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ലെക്ചർ മെത്തേഡ് ഇൻ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് ടീച്ചറിനെ തന്നെ നമുക്ക് നമ്മുടെ വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി ഡ്രോബാക്സ്, വൺ വേ കമ്മ്യൂണിക്കേഷന് ഡ്രോബാക്സ് എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മെക്കാനിസംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, നോളജ് ഈസ് ഇമ്പോസിഡ്, ലേണിംഗ് ഈസ് അതോറിറ്റി, ലിറ്റിൽ പാർട്ടിസിപ്പേഷൻ, നോട്ട് ഫീഡ്ബാക്ക്. ഇത്രയും കാര്യങ്ങൾ ആയിരിക്കും. അതായത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അവര് ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടിരിക്കാനല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനോ എന്താണ് നമുക്ക് അവരോട് അധികാരത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കാനോ പിന്നെ ഒന്നും പറ്റില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ്, ഇതുകൂടെ മാർക്ക് ചെയ്ത് വെച്ചോ. വൺ വേ കമ്മ്യൂണിക്കേഷനകത്ത് നോ ഫീഡ്ബാക്ക് ആയിരിക്കും. ചോദിക്കും, നോ ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന് ചോദിക്കും. അതെന്താണ്? വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനകത്ത് നോ ഫീഡ്ബാക്ക് ആയിരിക്കും. പിന്നെ ലിറ്റിൽ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ, അധികം ഓഡിയൻസ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ സ്വഭാവത്തിലൊന്നും വലിയ മാറ്റം കൊണ്ടുവരത്തില്ല. അതാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വേറെ ഒരെണ്ണോടെ പഠിച്ച് ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുത്തത് ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഏതാ? അത് അപ്പുറത്ത് നമ്മൾ പഠിച്ചായിരുന്നു. അതിനകത്ത് മാസ് മീഡിയക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു വൺ വേ കമ്മ്യൂണിക്കേഷൻ ലെസ് എഫക്റ്റീവ് ഇൻ ബിഹേവിയർ ചേഞ്ച്. കേട്ടോ, മാസ് മീഡിയക്കകത്തും വൺ വേ കമ്മ്യൂണിക്കേഷൻ, അതിനകത്തും എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ വലിയ മാറ്റമൊന്നും വരത്തില്ല, ഫീഡ്ബാക്ക് ഇല്ല വൺ വേ കമ്മ്യൂണിക്കേഷനകത്ത്. അപ്പോൾ ഇത്രയുമാണ് വൺ വേ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. ഇനി നോക്കിയാലോ ടു വേ കമ്മ്യൂണിക്കേഷൻ. ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതിന് പറഞ്ഞ വേറൊരു പേരാണ് സോക്രാറ്റിക് മെത്തേഡ്, മറക്കരുത്. പിന്നെ ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഡയലോഗ്. പിന്നെ അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് മേ റേസ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഓൺ ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻ ടു ദ ഒബ്ജക്റ്റ്. അതായത് ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അറിയാലോ, നമ്മൾ ഒരുപാട് പേരോട് ഇന്ററാക്ട് ചെയ്ത് ഡിബേറ്റ് പോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. എല്ലാ ആൾക്കാരോടും നമുക്ക് സംസാരിക്കാൻ പറ്റും ടു വേ എന്ന് പറയുമ്പോൾ. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഓഡിയൻസ് മേ റേസ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഓൺ ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻ ടു ദി സബ്ജക്ട്. അതായത് നമ്മൾ എന്ത് സബ്ജക്റ്റിനെ പറ്റിയാണോ പറയുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്, അത് ഓഡിയൻസിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനും അവരുടെ ഇൻഫർമേഷനും അവരുടെ ഐഡിയാസും നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് ഒക്കെ പറയാനുമുള്ള ഓപ്പർച്യൂണിറ്റി അത് അവർക്കുണ്ട് ടു വേ കമ്മ്യൂണിക്കേഷനകത്ത്. മനസ്സിലായോ? വൺ വേ കമ്മ്യൂണിക്കേഷനകത്ത് അതില്ല, ടു വേക്കകത്ത് അതുണ്ട്. പിന്നെ നോക്കിക്കേ, ആക്റ്റീവ് ആൻഡ് ഡെമോക്രറ്റിക്കും ആയിരിക്കും ടു വേ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഓർത്ത് വെച്ചോ, ടു വേ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള, അതെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ചാൻസും കാണും. മോർ ലാക്ലി ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ, ഒരുപാട് ആളുകളിലേക്ക് അവരുടെ ബിഹേവിയറിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും പറ്റും. എല്ലാം പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും ടു വേ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. മനസ്സിലായി? അപ്പം എല്ലാം ഓർത്ത് വെച്ചോണം. അപ്പം അത്രയുമാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇനി വരുന്നത് എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് മൗത്ത് ലോഡഡ് വിത്ത് ഹിഡൻ മീനിങ്സ് പെർസസീവ്. അതായത് വേർഡ് ഓഫ് മൗത്ത് എന്ന് വെച്ചാൽ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ സംസാരിക്കുക. അതായത് ട്രഡീഷണൽ വേയിലായിരിക്കും.
ട്രഡീഷണൽ വേയിൽ സംസാരിക്കുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ലോഡഡ് വിത്ത് ഹിഡൻ മീനിങ്സ്, അതായത് നമ്മൾ സംസാരിക്കുന്നത് ആംഗ്യം കാണിച്ച് സംസാരിക്കുന്നതിന് അതുവഴി ഒരുപാട് മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളെല്ലാം ആ ഒരു സംസാരത്തിനകത്ത് വരും. അത് പേഴ്സസ് ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ആ കഴിവ്, ആ മറഞ്ഞിരിക്കുന്ന അർത്ഥം അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആക്ഷൻ ഉപയോഗിച്ച് സംസാരിക്കുന്നത് വഴി മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്, അർത്ഥമുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തുന്നു ആക്ഷൻസ് വഴി. വെർബൽ കമ്മ്യൂണിക്കേഷൻ അത്രയേ ഉള്ളൂ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് വേർഡ്സ്, അതായത് വാക്കുകൾ ഉപയോഗിച്ചല്ല നമ്മൾ സംസാരിക്കുന്ന നോൺ വെർബലിനകത്ത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ബോഡ്ലി മൂവ്മെന്റ്സ്, പോസ്റ്റേഴ്സ്, ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇത് മൂലമാണ് നമ്മൾ എന്ത് നോൺ വെർബലിനകത്ത് സംസാരിക്കുന്നത്. നമ്മുടെ ബോഡി മൂവ്മെന്റ്സ്, നമ്മുടെ ശരീരത്തിന്റെ ചലനം വഴിയും പോസ്റ്റേഴ്സും ഗെസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസ് വഴിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ സ്മൈൽ, റേസ് ഐബ്രോസ്, ഫ്രോൺ, സ്റ്റെയറിങ്, ഗേസിങ് എക്സെട്ര, ഇത്രയാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് സ്മൈൽ, നമ്മൾ ചിരി വഴി നമ്മുടെ റേസ്ഡ് ഐബ്രോസ് പൊക്കിയുള്ള ആക്ഷൻസ്. ഫ്രൗൺ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ചുളുക്കി പിടിച്ച് നമ്മൾ സംസാരിക്കുന്നത്. സ്റ്റെയറിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ ആയി നമ്മുടെ കണ്ണ് നന്നായിട്ട് തുറന്ന് വെച്ച് സംസാരിക്കുന്നത്. ഗേസിങ് എക്സെട്ര എന്ന് വെച്ചാൽ സോഫ്റ്റ് ലുക്ക്, ഫേസിൽ സോഫ്റ്റ് ലുക്ക്, അവർ പല പല ടൈപ്സ് ഓഫ് ആക്ഷൻസ് വഴി നമ്മൾ സംസാരിക്കുന്നതിനെയാണ് നോൺ വെർബൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സൈലൻസ്. സൈലൻസ് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ചോദിക്കും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനകത്ത് ഏതാ വരുന്നത്, സൈലൻസ് ഏത് കമ്മ്യൂണിക്കേഷനിൽ പെടുന്നതെന്ന് ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ. സൈലൻസ് എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ക്യാൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അത് എന്താണ്, വാക്കുകളിലും അപ്പുറം നമുക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റും. വാക്കുകളില്ലാതെ തന്നെ വാക്കുകളിലെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ സംസാരിക്കാൻ പറ്റുന്നത്. അത്രേ ഉള്ളൂ അതിന്. ഇനി ഇതേ ഇവിടെ കണ്ടല്ലോ കിടക്കുന്നത് നിങ്ങൾ, ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇതിന് നോട്ട്സ് വേണ്ട ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സിമ്പിൾ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പം ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോളോസ് ലൈൻസ് ഓഫ് അതോറിറ്റി, അതാണ് ഫോർമൽ. അതായത് നമ്മളുടെ ഔദ്യോഗികകരമായുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഫോർമൽ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് വെച്ചാൽ ഇൻഫോർമൽ നെറ്റ്വർക്ക്, എക്സാമ്പിൾ ഗോസിപ്പ് സർക്കിൾസ്, അതായത് ഒരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം കൂടി സർക്കിൾ ചെയ്തിരുന്ന ഒരു സംസാരം ഉണ്ടല്ലോ, അതിനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം എന്താണ്, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി നോക്കിക്കേ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വിഷ്വൽ മീഡിയാസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഇത് നമുക്ക് ഈ ഓർഡർ ഷഫിൾ ചെയ്തിട്ട് ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ കൊടുത്തിട്ട് ഇത് നമുക്ക് 1 മാർക്കിനാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നതെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ചാർട്ട്, ഗ്രാഫ്, പിക്ടോഗ്രാം, ടേബിൾസ്, മാപ്പ്, പോസ്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ്, ഈ 6 കാര്യങ്ങളാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനകത്ത് വരുന്നത്. ഈ പടം നോക്കി വെച്ചോ. ഗ്രാഫ് വരും, ആദ്യം ചാർട്ട് വരും, പിന്നെ ഗ്രാഫ് വരും, പിക്ടോഗ്രാം വരും, ടേബിൾ വരും, പിന്നെ മാപ്പ് വരും, പിന്നെ പോസ്റ്റർ വരും. ഇത്രയും കാര്യങ്ങളാണ് വിഷ്വൽ മീഡിയം അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് വരുന്നത്. ഇനി നോക്കി, ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇനി നമുക്ക് ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർനെറ്റ്, അത് നമ്മൾ പഠിച്ചില്ല, അത് നോക്കാം. Telecommunication is the process of communicating over distance using electromagnetic instrument. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ എന്താണ് ഓവർ ഡിസ്റ്റൻസ് യൂസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് എത്ര ദൂരത്താണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർനെറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് അങ്ങനെ വരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടെലിഫോൺ ടെലിഗ്രാഫും ആണ്. പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടെലിഫോണും ടെലിഗ്രാഫും ആണ്. ആർ ക്ലോസർ ടു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് എന്താണ്, പോയിന്റ് ടു പോയിന്റ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്തിനോട് ക്ലോസ് ആണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനോട് ക്ലോസ് ആണ്. പിന്നെ ടെലികമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റേഡിയോ, TV, ഇന്റർനെറ്റ്, ടെലിഫോൺ, ടെലിഗ്രാഫ് എക്സെട്ര. ഇത്രയുമാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറ്റുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്ക് നോക്കിക്കേ.
ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 വരുന്നത് ബാരിയേഴ്സ്. നോക്കിക്കേ, ഫിസിയോളജിക്കൽ വരുന്നുണ്ട്, സൈക്കോളജിക്കൽ വരുന്നുണ്ട്, എൻവയോൺമെന്റൽ വരുന്നുണ്ട്, കൾച്ചറൽ വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പം ഡിഫിക്കൽട്ടീസ് ഇൻ ഹിയറിംഗ് ഓർ എക്സ്പ്രഷൻ, നമ്മൾ കേൾക്കുന്നതിനും എക്സ്പ്രഷൻ ചെയ്യുന്നതിനും വരുന്ന ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടൊക്കെയാണ്. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ, സൈക്കോ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, വേരി IQ ലെവൽസ് ഓർ കോംപ്രഹെൻഷൻ ഡിഫിക്കൽട്ടീസ്, അതായത് ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ്, പിന്നെ അവരുടെ IQ ലെവൽസിൽ ഉള്ള ഇതൊക്കെ. പിന്നെ എന്താണ് കോംപ്രഹെൻഷൻ ഡിഫിക്കൽട്ടീസ് എന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസത്തിനാണ് കോംപ്രഹെൻഷൻ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. ഇനി പിന്നെ എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് ഫിസിക്കൽ നോയ്സും ലാക്ക് ഓഫ് വിസിബിലിറ്റി ഓർ കൺജഷൻ, ഇത്രയും കാര്യങ്ങളുമാണ് നോയ്സ് വിസിബിലിറ്റിക്കകത്ത് എൻവയോൺമെന്റലിനകത്ത് വരുന്നത്. പിന്നെ കൾച്ചറൽ എന്ന് പറയുമ്പം വേരിയേഷൻ ഇൻ ലിറ്ററസി, കസ്റ്റംസ്, ബിലീഫ്സ്, റീജിയൻ, അർബൻ ഓർ റൂറൽ ഡിഫറൻസസ് ആൻഡ് ഡീപ് സീറ്റഡ് ആറ്റിറ്റ്യൂഡ്സ്. അത്രയാണ് എന്നിട്ട് പറഞ്ഞാൽ ലിറ്ററസി, കസ്റ്റംസ്, ലെവൽ ഓഫ് നോളജ്, ബിലീഫ്സ്, ലാംഗ്വേജ് വേരിയേഷൻ, റിലീജിയൻ, അർബൻ ആൻഡ് റൂറൽ എഡ്യൂക്കേഷൻ ഡിഫറൻസസ്, ആറ്റിറ്റ്യൂഡ്. ഇത്രയാണ് കൾച്ചറിനകത്ത് വരുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്താണ്? ഫങ്ഷൻസ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. ഫങ്ഷൻസ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോൾ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്, ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ല, അത് മറന്നു പോകരുത്. ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ 8 ഉണ്ട്. എന്തൊക്കെയാണ്? ആദ്യം ഷൻ 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 അങ്ങനെ വരുന്നെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോണം. എല്ലാത്തിനും ഷൻ 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 എന്ന് പറയും ലാസ്റ്റ് കേട്ടോ. ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, മോട്ടിവേഷൻ. എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, മോട്ടിവേഷൻ. പിന്നെ ലാസ്റ്റ് ഒരു ഷൻ വരുന്നുണ്ട്, പെർസുവേഷൻ. എന്ന് വെച്ചാൽ പ്രേരണ ചുരുത്തുന്ന എന്ന് പറയാം കേട്ടോ. പെർസുവേഷൻ. ഇത്രയും ഷൻ ആണ് ആദ്യം വരുന്നത്. പിന്നെ വരുന്നത് കൗൺസലിംഗ്, റേസിംഗ് മൊറേൽ. റേസിംഗ് മൊറേൽ എന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന അവർക്കൊരു മനോബലം കൊടുക്കുന്നതിനാണ്. പിന്നെ ഹെൽത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ. ഇത്രയുമാണ് നമ്മളുടെ ഫങ്ഷൻ വരുന്നത് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ്റെ. അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് ഇന്നത്തെ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതും വ്യൂസൊക്കെ അനുസരിച്ചിരിക്കും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതല്ലേ, എന്തെങ്കിലും ആൾക്കാർ കണ്ടില്ലേ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ അപ്ലോഡ് ചെയ്യുന്നത്, എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പഠിക്കുക. അടുത്ത PSCയുടെ ലിസ്റ്റിനകത്ത് എല്ലാവരും വരിക. അടുത്ത ക്ലാസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പർ ഫുൾ നമുക്ക് ക്ലിയർ ആക്കി പഠിച്ചു പോകാം. അപ്പം എൻ്റെ കൂടെ കൂടുന്ന എല്ലാവർക്കും കൂടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്ന ഗ്രൂപ്പിലെല്ലാം അയച്ചു കൊടുക്കുക, സ്റ്റാറ്റസ് ഒക്കെ ഇട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് ഉടനെ തന്നെ ഇടാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ, സ്പീഡ് കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലോ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലോ എല്ലാം ഒന്ന് പറയുക. നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാം. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.